ഗൈസ്, എല്ലാവർക്കും SBB20 വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മുടെ കാലത്തെ പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ കാലത്തെ കറി എന്ന് പറയുന്നത് പയറും മത്തങ്ങയും നേന്ത്രക്കായും കൂടി ഒരു കറിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞു. കറികളെല്ലാം വെച്ച് ഇനി നമുക്ക് ഊണ് കഴിക്കണം. അപ്പോൾ നമുക്ക് ചോറും അതുപോലെ തന്നെ ഉപ്പേരിക്കറിയും പിന്നെ കുറച്ച് സർലാസും ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചാറൊക്കെ കൂട്ടി നമ്മൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പോൾ ഭക്ഷണ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ തണ്ണിമത്തൻ ഇരിക്കുന്നുണ്ടായിരുന്നു. തണ്ണിമത്തൻ നമ്മൾ നുറുക്കി അത് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കണം. അപ്പോൾ നമുക്ക് തണ്ണിമത്തൻ മിക്സിയിലടിച്ചിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കിയത്. പിന്നെ ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാവ് ഇപ്പം മൂത്തതും കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ചെറുതായി ഉണ്ടായി വരുന്നുണ്ട് ചക്കകൾ. അപ്പോൾ ആ ചക്ക കൂടുതലും ചക്ക വറക്കണതാണ് എനിക്കിഷ്ടം. കറി വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ വറുത്തതും പഴുത്ത ചക്കയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഈ ചക്ക അപ്പോൾ നമുക്ക് നുറുക്കി ചെറിയ കഷ്ണങ്ങളൊക്കെ നുറുക്കി നമുക്ക് വറുക്കാനുള്ള ഇത് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ രണ്ടാക്കി നുറുക്കി അതിനെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കണം. നമ്മുടെ പൂച്ചക്കുട്ടി ഇവിടെ ഇരുന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കിയിരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഇത് തിന്നാനും പറ്റുന്നില്ല. പക്ഷെ ആൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ നോക്കി ഇരിക്കും. കുറേ നേരം കിടന്നുറങ്ങും, പിന്നെ വീണ്ടും നോക്കി കുത്തിരിക്കും. എന്ത് പണി ഞാനെടുത്താലും അതിങ്ങനെ നോക്കിയിരിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചക്കയൊക്കെ നമ്മൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് നീക്കിയെടുത്തു. പൂച്ചക്കുട്ടിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇതാണെങ്കിൽ പൂച്ചക്കുട്ടിക്ക് തിന്നാനും പറ്റില്ലല്ലോ ചക്കയായ കാരണം കൊണ്ട്. എന്നാലും അവൻ കുറേ നേരം ഞാൻ പണിയെടുക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ആളവിടുന്ന് എഴുന്നേറ്റൊന്നും പോകണില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് ജോലി ബാക്കിൽ നിന്ന് ചെയ്താലും ആളെൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കുത്തിരിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ കാട്ടി കളഞ്ഞിട്ട് ഇതിൻ്റെ ചവണിയൊക്കെ നീക്കാം. എന്നിട്ട് ചെറുതായി അരിഞ്ഞ് എടുക്കാം. വേഗം അരിഞ്ഞ് തീർത്താൽ നമ്മുടെ പണികളൊക്കെ തീരുമല്ലോ. അപ്പോൾ നമ്മൾ കുരുവൊക്കെ മാറ്റി അതിൻ്റെ ചവണികളൊക്കെ മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ നുറുക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ പൂച്ച എഴുന്നേറ്റ് പോയിട്ടാണ്. പൂച്ചയ്ക്ക് മതിയായി എന്ന് തോന്നുന്നു. അതുകൊണ്ട് പൂച്ച എഴുന്നേറ്റ് പോയി. ഇനി നമുക്ക് നുറുക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് വറുക്കാൻ എടുക്കാം. അപ്പോൾ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചു നമ്മൾ വറുക്കാൻ വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വറുത്ത് കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല കരകരപ്പൊക്കെ ഉണ്ട്. നല്ല ചക്കയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇനി നമുക്ക് ഉച്ചക്കലത്തെ ചോറുണ്ണാം. അപ്പോൾ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഉപ്പേരിക്കറി കാലത്ത് വെച്ചതുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മുട്ട പൊരിച്ചു. ഇതാണ്. പിന്നെ എനിക്ക് ഈ ചോറിൻ്റെ കൂടെ പച്ചച്ചക്ക തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ബൈ.